ദൈവനാഥന് മാത്രമുണ്ടാവട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിന് മുൻപിലാണ്. ഇഷ്ടമനുസരിച്ച് UK എല്ലാ രാജാക്കന്മാരും രാജ്ഞിമാരും താമസിക്കുന്നത് ഈ കൊട്ടാരത്തിലാണ്. ഇപ്പോഴത്തെ രാജാവും രാജ്ഞിയും താമസിക്കുന്നതും ഈ കൊട്ടാരത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ഒരു ഫേമസ് ആയുള്ള ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന സിറ്റി സ്റ്റഡ് ഇവിടെ വന്ന് ആഫ്രിക്കയിലേക്ക് ഒരു മിഷനായിട്ട് കടന്നു പോവുകയുണ്ടായി. അവിടെ ചെന്ന് താനൊരു കുടിൽ കെട്ടിയിട്ട് ആ കുടിലിനും ഇപ്രകാരം ബക്കിംഗ്ഹാം പാലസ് എന്ന് പേര് കൊടുത്തെന്ന് ഞാൻ സെമിനാരിൽ പഠിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ബൈബിളിലെ വെളിപ്പാട് പറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യമാണ്. അതായത് ഇനിയും ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. ആ മടങ്ങിവരവിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത്. ആദ്യത്തെ വരവിൽ താൻ ശിശുവായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചെങ്കിൽ രണ്ടാം വരവെങ്കിൽ താൻ രാജാവും കർത്താവും നീതിയുള്ള ന്യായാധിപതിയുമായിട്ടാണ് കടന്നു വരുന്നത്. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നാണ്. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനോട് കൂടെ എല്ലാവരും മേഖല എടുക്കപ്പെടും, ഞാൻ എപ്പോഴും കർത്താവിനോട് ഇരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനാണ് സഭയുടെ ഉൽപ്രാവണം അല്ലെങ്കിൽ റാപ്ചർ എന്ന് പറയുന്നത്. അത് 7 വർഷം കഴിഞ്ഞ ശേഷമായിട്ട് വീണ്ടും കർത്താവ് തന്നെ സമയമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരും. അതിനുശേഷം ഈ ഭൂമിയിലൊരു 1000 ആണ്ട് വാഴ്ചയുണ്ട്. അതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ലോകത്തെ ഭരിക്കുന്നത് യേശുക്രിസ്തുവാണ്. രാജാവും കർത്താവുമാണ് യേശുക്രിസ്തു എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. കൂടാരമായി ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോൽ കൈപ്പിണത്ത നിത്യവനമായി ദൈവത്തിൻ്റെ ദാനങ്ങൾ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അവിടെയും ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെ താൻ പറഞ്ഞിരിക്കുന്നത് കൈപ്പിണിയല്ല, കൈകൊണ്ട് പണിയാത്തായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ബിൽഡിങ്ങിലേക്ക് പോകുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യണമെന്നാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷാകർത്താവായി കർത്താവായിട്ട് സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയായ വിശ്വാസദാനം സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷാകർത്താവായി കർത്താവായിട്ട് സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, വിശ്വാസദാനം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, എത്രയും വിധത്തിൽ അവരും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷാകർത്താവായി കർത്താവായിട്ട് സ്വീകരിക്കാനും അപ്രകാരം യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാകുന്ന വിശ്വാസം സ്വീകരിക്കാനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്രകാരം ഈ മഹനീയമായുള്ള സുഖത്തിലെ ആ കൊട്ടാരത്തിന് ഒരുക്കിടത്തിലാണ് ദൈവകർത്താവരെയും പ്രാപ്തകടന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവകർത്താവ് നമ്മളവരെയും ഐശ്വര്യമായിട്ട് ഗ്രഹിക്കുമാറാട്ടെ. താങ്ക് യു.